KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം മാറ്റിവെച്ചതിൽ AICC നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയാണ് ഉള്ളത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ചിലർ അസൗകര്യം അറിയിച്ചതിനെ തുടർന്നാണ് യോഗം മാറ്റിവെച്ചത് എന്നാണ് KPCC നേതൃത്വത്തിന്റെ വിശദീകരണം. എന്നാൽ അവസാന നിമിഷം യോഗം മാറ്റിവെച്ചതിൽ ദീപാദാസ് മുൻഷിക്ക് ഉൾപ്പെടെ കടുത്ത വിയോജിപ്പാണ് ഉള്ളത്. VD സതീശൻ, K സുധാകരൻ പോരിൽ കടുത്ത അതൃപ്തിയിലാണ് UDF-ലെ ഘടകകക്ഷി നേതാക്കളും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം, ഉപതെരഞ്ഞെടുപ്പ് ഫലം, വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ്, സർക്കാരിനെതിരായ സമരങ്ങൾ, KPCC പുനഃസംഘടന തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ച ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നത്. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നിട്ട് നാളുകളായെന്ന് പാർട്ടിക്കുള്ളിലും വലിയ വിമർശനമാണ് ഉള്ളത്. പ്രതിപക്ഷ നേതാവിന് അസൗകര്യമുണ്ട്, ജനപ്രതിനിധികൾക്ക് മണ്ഡലങ്ങളിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളുണ്ട് തുടങ്ങിയവയൊക്കെയാണ് യോഗം മാറ്റിവെച്ചതിന് നേതൃത്വം നൽകുന്ന വിശദീകരണം. എന്നാൽ യോഗത്തിൽ പങ്കെടുക്കാൻ AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാകട്ടെ തലസ്ഥാനത്തേക്ക് പുറപ്പെടാൻ ഇരിക്കുകയുമായിരുന്നു. ആ സമയത്താണ് യോഗം മാറ്റിയത്. അവസാന നിമിഷം യോഗം മാറ്റിവെച്ച രീതിയോട് ദീപാദാസ് മുൻഷി കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സമയമില്ലേ എന്ന വിമർശനവും ദേശീയ നേതൃത്വത്തിനുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന UDF കക്ഷി നേതാക്കളുടെ യോഗത്തിൽ നിന്നും K സുധാകരൻ വിട്ടുനിന്നത്, VD സതീശൻ KPCC ഭാരവാഹി യോഗത്തിൽ പങ്കെടുക്കാത്തത് നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഭാഗമാണ് എന്ന് ദേശീയ നേതൃത്വം വിലയിരുത്തപ്പെടുന്നുണ്ട്. കോൺഗ്രസിനുള്ളിലെ പ്രധാന നേതാക്കൾ തമ്മിലുള്ള തർക്കം മുന്നണിയുടെ പ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കുന്നു എന്നാണ് UDF-ലെ ഘടകകക്ഷി നേതാക്കളുടെ വിമർശനം. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി മുന്നണി ഒരുങ്ങേണ്ട പശ്ചാത്തലത്തിലാണ് നേതാക്കൾ തമ്മിലുള്ള പോരെന്ന് നേതാക്കൾ വിമർശിക്കുന്നുണ്ട്. നേരത്തെ നടന്ന ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ സനാതന ധർമ്മത്തെ സംബന്ധിച്ച് K സുധാകരനും VD സതീശനും രണ്ട് അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. RSS-നെയും BJP-യും സനാതന ധർമ്മത്തെയും നിശ്ചിതമായി വിമർശിച്ചാണ് K സുധാകരൻ സംസാരിച്ചത് എന്നുണ്ടെങ്കിൽ K സുധാകരന്റെ അഭിപ്രായത്തെ പൂർണ്ണമായും തള്ളിയായിരുന്നു. സനാതന ധർമ്മം ഇന്ത്യയുടെ സംസ്കാരമാണ് എന്നും വസ്തുതയാണ് എന്നുമൊക്കെയാണ് VD സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അഭിപ്രായ ഭിന്നത ഇപ്പോൾ കൂടുതൽ പ്രശ്നത്തെ വഷളാക്കുകയാണ്. പോരാത്തതിന് കോൺഗ്രസിൽ അടിമുടി പ്രശ്നമാണ് എന്ന് തെളിയിക്കുന്ന വേറെയും വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. IC ബാലകൃഷ്ണന്റെ കാര്യം മാത്രമല്ല, കോൺഗ്രസിൽ തമ്മിൽ തല്ലി നടക്കുന്നത് മാത്രമല്ല, സ്ത്രീകളോട് മോശമായി പെരുമാറുന്നത് ഒരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുക തന്നെയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. കോതമംഗലത്ത് സഹപ്രവർത്തകയോട് മോശമായി പെരുമാറുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ജാതീയമായി അധിക്ഷേപിക്കുകയും ചെയ്തു എന്നുള്ള പരാതി രണ്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടി KPCC എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കേരള കോൺഗ്രസിനെ നാറ്റിക്കുന്ന, അപമാനിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. എന്നാൽ പുറത്താക്കിയതിനോട് ആ വനിതയ്ക്ക് ഒട്ടും യോജിപ്പും ഉണ്ടായിരുന്നില്ല. അതായത് വെറുതെ അവരെ പുറത്താക്കി എന്നതല്ലാതെ വേറെ ഒരു കുന്തവും സുധാകരൻ ചെയ്തില്ല എന്നത് തന്നെയാണ് അതിനുള്ള അർത്ഥവും. കുറച്ചു ദിവസം കഴിഞ്ഞ് അവരെ തിരിച്ചെടുക്കുകയും ചെയ്യും. നടപടി വന്നതിൽ ആശ്വാസമുണ്ട്, എന്നാൽ തൃപ്തികരമല്ല എന്ന് സൗമ്യ, അതായത് ആ ഇര സ്ത്രീ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ അടിക്കടി പ്രശ്നങ്ങൾ മാത്രമാണ് കേരള കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് എന്നാണ് ഒരു അന്ത്യമെന്ന് കോൺഗ്രസുകാർക്ക് പോലും അറിയില്ല എന്നതാണ് വാസ്തവം.